അപ്പൊ ഈ ഹദീസിലൊക്കെ വന്ന സംഗതികളോ സ്വാഭാവികമായിട്ടും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സഹാബത്തിനെ അംഗീകരിക്കണം എന്ന ഹദീസുകൾ. അപ്പൊ നമ്മളും ഷിയാക്കളും തമ്മിലുള്ള മറ്റൊരു തർക്കത്തിലേക്ക് വരും. ഈ ഹദീസ് റിവായത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഹദീസ് റിവായത്ത് എങ്ങനെയാണ് വേണ്ടത്? ഷിയാക്കൾ പറയുന്നു അലിയാർ തങ്ങളും പിന്നീട് അവരുടെ ഇമാമുമാർ. ഇപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതലുള്ള ഷിയാക്കളിൽ 80% ഇസ്നാശരികളാണ്. ഇപ്പൊ ഖുമൈനിയുടെ ഒക്കെ ടീം അതാണ്. അവര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറാനിലും ഇറാഖിലും ജോർദാനിലും ഒക്കെ കൂടുതലുള്ളവരവരാണ്. ഷിയാക്കളിൽ തന്നെ 80% അവരാണ്. ഈ ഖുമൈനിയാക്കളൊക്കെ പറയുന്നവർ അവരുടെ പേര് ഇസ്നാശരികൾ എന്നാണ് വേറൊരു പേര്. എന്താ ഇസ്നാശരികൾ? അവർക്ക് 11 ഇമാമുമാരുണ്ട്. ഈ ഇമാമുമാരൊന്നും മോശക്കാരൊന്നും അല്ല കേട്ടോ, അത് പറയാം. അലി ബിൻ അബി ത്വാലിബ് തങ്ങളുടെ മക്കളും പേരെ കുട്ടികളുമാണ്. നമുക്ക് അവരോട് സ്നേഹവും ബഹുമാനമുള്ളവരാണ്. പക്ഷെ അവർ ഞങ്ങളുടെ സ്വന്തം ആളുകളാണ് ലേബിൾ ഒട്ടിച്ചിട്ട് അവരെ ഞങ്ങളെ കൂട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് അവരെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പർവ്വതീകരിച്ച് സ്വന്താക്കിയിട്ട് വടക്കാക്കി തനിക്കാക്കിയിട്ടാണ് അവർ ഈ സംഗതിയൊക്കെ ഒപ്പിക്കുന്നത്. അപ്പൊ ഈ 12 ഇമാമുമാർ ഇസ്നാശരികൾ, ആ 12 ഇമാമുമാർ മാത്രം റിവായത്ത് ചെയ്ത ഹദീസെ സ്വീകരിക്കുള്ളൂ എന്നാണ് ഇവരുടെ വാദം. എന്താണ് മുസ്ലിം ലോകത്തിന്റെ വാദം? 1,00,000 ചില്ലാനം സഹാബികൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ ഇസ്ലാമിന്റെ സമ്പൂർണമായ പ്രഖ്യാപനം നടത്തുമ്പോൾ സാക്ഷികളായിട്ടുണ്ടായിരുന്നു. അവരോടെല്ലാവരോടുമാണ് മഹാനായ റസൂൽ ചോദിക്കുന്നത്, അലാ ഹൽ ഉലബ്ബിഉക്കും, ഞാൻ എന്തേ ഇത് എത്തിച്ചു നിന്നിട്ടില്ലേ? അവരെല്ലാവരും പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അങ്ങ് ഇസ്ലാമിനെ സമ്പൂർണമായി ഞങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ഈ സമയം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫൽയുബല്ലിഗു ഷാഹിദു അൽ ഗായിബ, ഇവിടെ സന്നിഹിതരല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ സന്നിഹിതരായ ആളുകൾ ഈ ദീനിന്റെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇവിടെ സാക്ഷികളാവുന്ന നിങ്ങൾ സമൂഹത്തിന് ഇത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഈ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ടാണ് സഹാബികൾ ദൂരങ്ങളിലേക്ക് യാത്ര പോയത്. ദീനിന്റെ സന്ദേശവുമായി നമ്മുടെ കേരളത്തിലെത്തുന്നത്, പല രാജ്യങ്ങളിലെത്തുന്നത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വിശുദ്ധമായ ധവളിമമായ ആദർശം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ സഹാബികൾ എല്ലാവരും നീതിമാരാണെന്നാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. അസ്സഹാബത്തു കുല്ലുഹും ഉദൂൽ, സഹാബികളെല്ലാവരും നീതിമാന്മാരാണ്. ഈ വിശ്വാസത്തിന് നേരെ വിരുദ്ധമായി അലി ബിൻ അബി ത്വാലിബ് തങ്ങളും 12 ഇമാമുമാരും റിവായത്ത് ചെയ്യുന്ന ഹദീസുകളെ സ്വീകരിക്കുള്ളൂ, ബാക്കിയുള്ളതെല്ലാം തള്ളിക്കളയുമെന്ന വിശാലമായ ജ്ഞാനവിരുദ്ധതയുടെ പേരാണ് ഷീസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതും അവിടുന്ന് അംഗീകരിച്ചതും അവിടുത്തെ പ്രവൃത്തിയും ദീനിൽ തെളിവാണ്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ചുരുങ്ങിയത് 15 വചനങ്ങൾ കൊണ്ടെങ്കിലും ഹദീസിന്റെ ആധികാരികത നമുക്ക് സമൂഹത്തിന് പഠിപ്പിക്കാൻ കഴിയും. ചുരുങ്ങിയത് 15 വചനങ്ങൾ കൊണ്ടെങ്കിലും. സൂറത്തുൽ ഹശറിന്റെ 7-ാമത്തെ വാക്യം മുതൽ നമ്മൾ മുമ്പൊരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. അത് ഈ ഹദീസാകുന്ന വിജ്ഞാന സാഗരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുന്നത്? അള്ളാഹു തന്നെ പലയിടങ്ങളിൽ പറഞ്ഞത് അങ്ങേക്ക് അവതീർണമായ ഈ വേദം അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം എന്നാണ്. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില അലൈക്, അങ്ങേക്ക് അവതീർണമായത് അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ വ്യാഖ്യാനമാണ് ഹദീസുകൾ. അതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയണത്, കാന ഖുലുഖുഹു അൽ ഖുർആൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഖുർആനായിരുന്നു. ഖുർആനിന്റെ വിശദീകരണമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അത് അവിടത്തോട് പ്രത്യേകമായി ഖുർആന്റെ പലയിടങ്ങളിൽ അല്ലാഹു പറയുന്നുണ്ട്. ഖുർആൻ അവതരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മറന്നുപോകുമെന്നുള്ള ആശങ്കയിൽ ധൃതിയിൽ വളരെ സ്പീഡിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓത്തിനോടൊപ്പം അങ്ങനെ ഓതുമായിരുന്നു. നമ്മൾ പദ്യം കാണാതെ പഠിക്കാൻ, നമ്മളെ രായത്ത് പഠിക്കാൻ പലവട്ടം ആവർത്തിക്കുന്നത് പോലെ മറന്നു പോകരുതെന്ന് കരുതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ വചനങ്ങൾ ആവർത്തിച്ച് പാരായണം ചെയ്യുമായിരുന്നു. ആ സമയത്താണ് പടച്ച റബ്ബ് പറയുന്നത്, അങ്ങനെ വേണ്ട, ലാ തുഹരിക് ബിഹി ലിസാനക്, അങ്ങ് ഓതിക്കൊണ്ടേയിരിക്കേണ്ടതില്ല. ലി തഅജലബി, പരിശുദ്ധ ഖുർആൻ വളരെ പെട്ടെന്ന് അങ്ങയുടെ ഹൃദയത്തിൽ സ്വാധീനിക്കാനും കാണാതെ പഠിയാനും വേണ്ടി. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന, നാം അത് അങ്ങയുടെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരും. അതെങ്ങനെ പാരായണം ചെയ്യണമെന്ന് ജിബ്രീൽ മുഖേന നാം പഠിപ്പിക്കുകയും ചെയ്യും. ഇന്ന അലൈനാ ജംഅഹു,
അങ്ങയുടെ ഹൃദയത്തിൽ അത് ഒരുമിച്ച് കൂട്ടുന്ന ബാധ്യത എനിക്കാണ്. അത് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന ബാധ്യതയും എനിക്കാണ്. സുമ്മ ഇന്ന അലൈനാ ബയാന, പിന്നെ ഞാൻ അത് അങ്ങേക്ക് വിശദീകരിച്ചും തരും. വഇദാ ഖറഅനാ, നമ്മളത് ഓതിയാൽ ഫത്തബിഉ ഖുർആന, ഈ ഓത്ത് അങ്ങ് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അള്ളാഹുവാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആന്റെ വിശദീകരണം പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് മുത്ത് റസൂൽ സ്വന്തമായി ഒന്നും സംസാരിക്കില്ലെന്ന് ഖുർആൻ പറയുന്നത്. സൂറത്തുൻ നജ്മിന്റെ 3-ാമത്തെ വചനം, മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ. ശദീദുൽ ഖുവാ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിശക്തനായ ആത്മാവ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു ശുഅറാന്റെ അവസാന ഭാഗത്ത് അത് വിസ്തരിച്ച് പറയുന്നുണ്ട്. നസല ബിഹിർ റൂഹുൽ അമീൻ, അർ-റൂഹുൽ അമീൻ, വിശ്വസ്തനാകുന്ന വിശുദ്ധാത്മാവ് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനുമായി വരുന്നു. അവിടത്തെ കുറിച്ച് സൂറത്തു നജ്മ് പറയുന്നത് ഖുവ്വത്ത്, വളരെ ശക്തിയുള്ള ആൾ, ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല, പ്രലോഭിപ്പിക്കാൻ കഴിയില്ല. ഖുർആനിൽ ഏതെങ്കിലും ഒരക്ഷരം അള്ളാഹുവിൽ നിന്ന് റസൂലിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. അള്ളാഹു പറഞ്ഞു കൊടുത്ത ദൗത്യം കൃത്യമായി ജിബ്രീൽ നിർവഹിക്കും. ഉറാബിയാക്കൾ പറയണത് പോലെ അലിയാനെയും മുഹമ്മദ് റസൂൽ തങ്ങളെയും കൺഫ്യൂഷൻ വന്നു. അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കണ്ടേന്ന് കരുതി കൊടുത്തു, അത് നബിക്കായി പോയി എന്ന് ഒരിക്കലും ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാൻ കഴിയില്ല. നസല ബിഹിർ റൂഹുൽ അമീൻ, റൂഹുൽ അമീൻ ഇറങ്ങി അതുമായി, ഖുർആനുമായി. അലാ ഖൽബിക്, അത് നേരിട്ട് അങ്ങയുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കല ജിബ്രീലിന്റെ രീതി. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ, അങ്ങ് താക്കീതുകാരനാവാൻ വേണ്ടി, സമൂഹത്തെ സമുദ്ധരിക്കാൻ വേണ്ടി, സമൂഹത്തെ സമുദ്ധരിക്കാൻ വേണ്ടി അങ്ങേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് ഈ വേദം നൽകുന്നു. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിൽ. ഇതേ കാര്യത്തെക്കുറിച്ച് സൂറത്തുൻ നജ്മിൽ അല്ലാഹു പറയുന്നത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ നൽകുന്ന അതിശക്തനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആണെന്നാണ്. വഴിയിൽ വെച്ച് അഡ്രസ്സ് മാറിപ്പോകൂല എന്ന് ഷിയാക്കൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ച് ഓതുന്ന സമയത്ത് ഒരിക്കലും അത് ചെയ്യേണ്ടതില്ല. ലാ തുഹർരിക് ബിഹി ലിസാനക്, അങ്ങയുടെ ഹൃദയത്തിൽ നാം അത് ഉറപ്പിച്ചു നിർത്തി തരുമെന്ന് അള്ളാഹു പറയാണ്. അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ ലോത്തിനോടൊപ്പം ഇങ്ങനെ പെട്ടെന്ന് ഓതുന്ന രീതി പാടേ ഉപേക്ഷിച്ചു. എന്തിനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിക്കുന്നത്? ലിതകൂന മിനൽ മുൻദിരീൻ, സമൂഹത്തിന് അങ്ങ് ഇതുകൊണ്ട് താക്കീത് നൽകണം, വരും വരാവികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ആഖിറത്തിൽ വിജയം നേടാൻ എന്തുണ്ട് മാർഗമെന്ന് അവരെ പഠിപ്പിക്കണം. ഇത് കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചു. അതാണ് ഹജ്ജത്തുൽ വദാഇൽ ലക്ഷക്കണക്കിന് അനുയായികളെ സാക്ഷി നിർത്തി അവിടുന്ന് ചോദിക്കുന്നത്, അലാ ഞാനത് നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ എന്ന്. സഹാബിക്കറാം ഒന്നടങ്കം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അങ്ങ് ഞങ്ങൾക്ക് അത് എത്തിച്ചു തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് അവരോട് പറയുന്നു. അത് കേട്ട് മാറി നിൽക്കുകയല്ല സഹാബാക്കറാം ചെയ്തത്, അവരുടെ ജീവിതം കൊണ്ട് ഈ ഒരു വാക്യത്തിന് അവർ അർത്ഥം നൽകി. അങ്ങനെ ദൂരങ്ങളിലേക്ക് സഞ്ചരിച്ചു. വാർത്താവിനിമയ മാധ്യമങ്ങൾ വളരെ ശുഷ്കമായ കാലത്ത്, യാത്രാ സംവിധാനങ്ങൾ തീരെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കാലത്ത് അവർ ദീർഘമായി സഞ്ചരിച്ചു. എന്തിനു വേണ്ടി? ഈ ദീനിന്റെ പ്രചാരണാർത്ഥം. അതുകൊണ്ടാണ് റസൂൽ തങ്ങൾ ഇത്രമേൽ വിശ്വസിച്ച് ഏൽപ്പിച്ചത് കൊണ്ടാണ് അസ്സഹാബത്തു കുല്ലുഹും അദൂൽ, എല്ലാ സഹാബികളും നീതിമാന്മാരാണെന്ന് മുസ്ലിം സമൂഹം ഒന്നിച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഫബി അയ്യിഹിം ഇഖ്തദൈതും, അവരിൽ ആരോട് നിങ്ങൾ പിന്തുടർന്നാലും ഇഹ്തദൈതും, നിങ്ങൾ സന്മാർഗം പ്രാപിക്കും. എന്തുകൊണ്ട്? റസൂൽ തങ്ങൾ വിശേഷിപ്പിക്കുന്നത് നക്ഷത്രങ്ങളെന്നാണ്. എന്താ നക്ഷത്രത്തിന്റെ പ്രത്യേകത? അന്ന് യാത്രയ്ക്ക് ദിശ നിർണയിച്ചത് നക്ഷത്രങ്ങളായിരുന്നു. ഈ നക്ഷത്രങ്ങളെ നോക്കിയായിരുന്നു സഞ്ചാരികൾ മുന്നോട്ട് പോയത്. അപ്പൊ സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും ലക്ഷ്യത്തിലേക്കും എത്താൻ നക്ഷത്രങ്ങളെ എപ്രകാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് ശീലമുണ്ടോ, അപ്രകാരം യഥാർത്ഥ സത്യത്തിലേക്കും പരമാർത്ഥികമായ വിജയത്തിലേക്കും എത്താൻ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന മാർഗം താരസമാനരായ നക്ഷത്ര തുല്യരായ എൻ്റെ സഹാബികൾ എന്നാണ്. അതുകൊണ്ട് സഹാബികൾ റിവായത്ത് ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാവുന്ന ഹദീസുകൾ സ്വീകരിക്കാതെ പരിശുദ്ധ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനോ ഇസ്ലാമിനെ ഉൾക്കൊള്ളാനോ സാധ്യമേയല്ല. ഷിയാക്കൾക്ക് സംഭവിച്ച ഏറ്റവും പരമപ്രധാനമായ അബദ്ധം
ഹദീസും ഖിലാഫത്തും, അതായത് റിവായത്തും ഖിലാഫത്തും. ഖിലാഫത്ത് ആർക്കാണ് എന്ന വിഷയത്തിലും റിവായത്ത്, സ്വാഭാവികമായും ഖിലാഫത്തിന്റെ വിഷയത്തിൽ അവർ കുതർക്കം ഉന്നയിക്കുമ്പോൾ ഇത്രയും ഹദീസിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിനെ കുറിച്ച് വ്യക്തമായി പറയുമ്പോൾ അവർക്ക് ഈ ഹദീസിനെ പാടേ നിഷേധിക്കേണ്ടി വരും. ഹദീസ് അംഗീകരിച്ചുകൊണ്ട് ഖിലാഫത്തിനെ എതിർക്കാൻ അവർക്ക് സാധ്യമല്ല.